കേന്ദ്രമെല്ലാം വിറ്റുമുടിക്കുന്ന കാര്യം നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും കേന്ദ്രം എന്തൊക്കെ എടുത്ത് അംബാനിക്കും അദാനിക്കും കൊടുക്കും എന്നാണ് രാവിലെ തന്നെ ആലോചിക്കുന്നത്. നാളെ ഒരു കാലത്ത് ഇന്ത്യൻ റെയിൽവേ അദാനിയുടെ പേരിലായാലും അതിൽ അത്ഭുതപ്പെടാൻ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒന്നും പ്രതിഷേധിക്കുന്നില്ല എന്നത് മറ്റൊരു ദുഃഖകരമായ സത്യമാണ്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവ് എന്തിനാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം രാഹുൽ ഗാന്ധിയെ പറ്റി ചോദിക്കുന്നത്. അവിടെയാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധ നേടുന്നത്. ഞാനത് ഇവിടെ വായിക്കാം. 2 ആഴ്ച മുമ്പ് മുംബൈയിൽ പോയപ്പോഴേ തോന്നി BSNLന്റെ കഥ കഴിഞ്ഞുവെന്ന്. മുംബൈ നഗരത്തിൽ ഒരിടത്തു നിന്നും BSNL ഉപയോഗിച്ച് കോൾ ചെയ്യാൻ കഴിയുന്നില്ല. കുറച്ച് നാളായി ഇങ്ങനെയാണത്രേ. എന്നിട്ട് പോലും കഴിഞ്ഞ 2 മാസം കൊണ്ട് BSNLന്റെ സബ്സ്ക്രൈബേഴ്സ്മാരുടെ എണ്ണം 50 ലക്ഷത്തിലേറെയായി വർദ്ധിച്ചു. ജിയോ അടക്കമുള്ളവരുമായി ഒത്തുകളിച്ച് സ്വകാര്യ കമ്പനികൾ താരിഫ് ഉയർത്തി. BSNL വർദ്ധിപ്പിച്ചില്ല. അങ്ങനെയാണ് ഇടപാടുകാർ പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വന്നത്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വർധനയുണ്ടായത്. ഇത് തടയിടാൻ വേണ്ടി കേരളത്തിൽ സ്വീകരിച്ച അടവ് എല്ലാവർക്കും അറിയാം. ട്രായുടെ നിർദ്ദേശപ്രകാരം KYC അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മെസ്സേജ് വന്നുകൊണ്ടിരുന്നത്. മറ്റു സ്വകാര്യ കമ്പനികൾക്ക് ഈ നിബന്ധനയില്ല. എന്നാൽ KYC അപ്ഡേറ്റ് ചെയ്യാനുള്ള സംവിധാനവുമില്ല. ആപ്പീസിൽ ആളില്ല എന്നതാണ് പ്രധാന പ്രശ്നം. ബുദ്ധിമുട്ടി പലരും പിൻവാങ്ങി തുടങ്ങി. ഇപ്പോൾ അവസാനത്തെ ആണി അടിച്ചിരിക്കുകയാണ്. ആളില്ലാത്ത ആപ്പീസുകളിൽ നിന്നും വീണ്ടും 19,000 പേരെ പിരിച്ചുവിടാനാണ് 2 ദിവസം മുമ്പേ ഉള്ള തീരുമാനം. ഇതോടെ BSNLന്റെ കഥ തീരും. രാജ്യത്തോടുള്ള ഈ ചതി തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. 1994 മൊബൈൽ സർവീസിലേക്ക് സ്വകാര്യ കമ്പനികൾക്ക് അനുവാദം കൊടുത്തു. 2002 മാത്രമേ BSNLന് അനുവാദം നൽകിയിരുന്നുള്ളൂ. ഇതിനിടെ 1995 കോൺഗ്രസിന്റെ മന്ത്രി സുഖറാം BSNL അഴിമതിയിൽ ജയിലിലുമായി. തുടർന്ന് വന്ന വാജ്പേയി സർക്കാരിലെ മന്ത്രിമാരും അഴിമതി കേസുകളിൽ പ്രതികളായി. 2 വർഷം കൊണ്ട് BSNL സ്വകാര്യ കമ്പനികളോട് ഒപ്പമെത്തി. പുതിയ ലൈനുകൾക്ക് ടെൻഡർ വിളിക്കാനുള്ള അനുമതി നിഷേധിച്ചു. 2010 അനുമതി നൽകിയത്. എന്നിട്ടോ മറ്റു സ്വകാര്യ കമ്പനികളെല്ലാം വിദേശത്ത് നിന്നും സാമഗ്രികൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച സാമഗ്രികൾ തന്നെ ഉപയോഗിക്കണമെന്ന നിബന്ധന BSNLമേൽ അടിച്ചേൽപ്പിച്ചു. 2014 4G സേവനം വന്നു. BSNLന് 2020 മാത്രമേ ഇതിന് അനുവാദം നൽകിയുള്ളൂ. പഴയ നിബന്ധന മൂലം ഇവ സ്ഥാപിക്കാൻ കഴിഞ്ഞുമില്ല. ഇതിനിടയിൽ UPA 2ാം സർക്കാരിലെ മന്ത്രി അഴിമതി കേസിൽ ജയിലിലുമായി. ഈ കൊടിയ അഴിമതികളുടെ കഥകൾ തുടരുകയാണ്. അംബാനിമാരുടെ ടെലികോം കുത്തകളുടെ ഏജന്റുമാരായിട്ടാണ് BJP സർക്കാരിന്റെ പ്രവർത്തനം. BJPയുടെ കറവ പശുവാക്കി മാറ്റിയിരിക്കുകയാണ് BSNLനെ. ഇനി ഇപ്പോൾ BSNL ജിയോയെയും ടാറ്റയെയും ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം മാത്രം നോക്കിയാൽ മതി. ലക്ഷത്തിലേറെ കോടി രൂപ വില വരുന്ന BSNLന്റെ ആസ്തികൾ തുച്ഛമായ വിലയ്ക്ക് വിറ്റ് കമ്മീഷൻ അടിക്കാനായിരിക്കും BJPയുടെ ശ്രമം. ഇത്രയൊക്കെ ആയിട്ടും ദേശാഭിമാനി ഒഴികെ മറ്റൊരു മാധ്യമത്തിലും ഈ കാട്ടുകൊള്ളയുടെ കഥ വായിക്കാൻ കഴിയില്ല. ഡോക്ടർ തോമസ് ഐസക് ഒരു നഗ്നമായ സത്യം തന്നെയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്.